കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആഹാ, വെള്ളം കോരിയായിരുന്നോ കുട്ടി? ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാ. പറച്ചിലിനൊപ്പം അരമതിലേക്ക് ഒന്നും കൂടെ കയറി നിന്നു ചാന്ദിനി. ഇവിടുത്തെ പുതിയ താമസക്കാരാണല്ലേ? കുട്ടിയുടെ ഒപ്പം വേറെ ആരൊക്കെയുണ്ട്? ഞാൻ വേറെ ആരെയും കണ്ടില്ല, അതാട്ടോ ചോദിച്ചത്. ദേ ഇതാ ഞങ്ങളുടെ വീട്. നേരത്തെ കുട്ടി ഉമ്മർത്തേണ്ട ഞാൻ കൈവീശി കാണിച്ചിരുന്നു. കുട്ടി അത് കണ്ടില്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പക്ഷെ അവൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ വീട്ടിലധികം അങ്ങനെ ആരും താമസിക്കാൻ വന്നിട്ടില്ല. ഞങ്ങളിവിടെ നിന്ന് ഒരു 6 മാസം കഴിഞ്ഞിട്ടാ ഒരു മാഷും കുടുംബവും വന്ന്. ആ ഒരു 4 മാസം മുമ്പ് മാറിപ്പോവുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം കുട്ടിക്ക് അറിയായിരിക്കുമല്ലോ. ആ അതൊക്കെ പോട്ടെ. മോളെന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ അതോ ജോലിക്ക് പോകുന്നുണ്ടോ? എന്താ പേര്? എൻ്റെ പേര് ചാന്ദിനി. ഒരു മോനുണ്ട്, പാച്ചു. ഞാനും പാച്ചുവും മന്മഥനും പുഷ്പവും കുഞ്ഞപ്പനൊക്കെയാ ഞങ്ങളിവിടെ താമസം. അവിടെ ചാന്ദിനി നിർത്താ അത്രയും മരം പൂർത്തിയാക്കിയില്ല. ചന്തു നീട്ടിയുള്ളൊരു വിളി. ഈ ചെക്കൻ എന്നൊരു പറച്ചിലോടെ ചാന്ദിനി തിരിഞ്ഞു നോക്കി. വരുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ തിങ്കളുടെ നോട്ടോ ആ വീട്ടിലേക്കൊന്നും പോയി. അതേ കുട്ടി. ചന്തു അടുത്ത അലറി വിളി. ആൻറ്റി ഇപ്പൊ വരാട്ടോ മോളെ, അല്ലെങ്കിൽ അവൻ കണ്ണും ചെവിയും തരില്ല. തിങ്കളോട് അത്രയും പറഞ്ഞ് ദാ വരുന്നടാ എന്ന് വിളിച്ചു പോയിക്കൊണ്ട് തന്നെ ചാന്ദിനി അങ്ങ് കയറി പോകുമ്പോൾ ആന്റിയോ എന്ന പോലെ അവളുടെ മുഖം ചുളിഞ്ഞു പോയി. അതിനൊപ്പം തന്നെ എന്തൊക്കെയാണ് ഒറ്റവാചത്തിൽ അവർ പറഞ്ഞെന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാതെ അവൾ വേഗം തന്നെ ബക്കറ്റിൽ വെള്ളം കോരി നിറക്കാൻ തുടങ്ങി. എന്നാൽ ഒരു നിമിഷം പെണ്ണിന്റെ ചിന്തകൾ അവർ ആ പറഞ്ഞ കാര്യങ്ങൾ ചുറ്റിക്കറങ്ങി. മന്മഥൻ എന്നായിരിക്കും അവരുടെ ഭർത്താവിന്റെ പേര്. കുഞ്ഞപ്പൻ അച്ഛനായിരിക്കും. പാച്ചുവും പുഷ്പവും മക്കളും. അവരുടെ ഭർത്താവാണോ അവർ റോഡിൽ അടിയുണ്ടാക്കുന്നുണ്ട്? ബൈക്കിലിരിക്കുന്ന പാച്ചുവിനെ കണ്ട ഓർമ്മയിലാണ് തിങ്കൾ അങ്ങനെയൊന്ന് ചിന്തിച്ച്. എന്നാൽ അവനെ ഇപ്പൊ കണ്ട ചേച്ചിയുടെ ഭർത്താവാനുള്ള പ്രായം ഉൾക്കൊട്ടും തോന്നൂല്ല. അതൊക്കെ ആലോചിച്ച് താനെന്തിനാ വെറുതെ സമയം കളയുന്നൊരു ചിന്തയോടെ അടുത്ത നിമിഷം അവരുടെ കാര്യങ്ങളെല്ലാം വിട്ട് ചാന്ദിനി വരാനൊന്നും കാത്തു നിൽക്കാതെ കോരി വെച്ച ബക്കറ്റ് വെള്ളം എടുത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞവൾ. ചാന്ദിനി വർത്തമാനം പറയുന്നതിനിടയ്ക്ക് തന്നെ വിളിച്ച സകല ദേഷ്യത്തിലാണ് അകത്തേക്ക് കയറി വന്നത്. പാർത്തി അവിടെ ലിവിംഗ് ഹാളിലെ സെറ്റിൽ ചാരി നീണ്ടു നിവർന്ന് കിടപ്പാണ്. തോളിൽ ഇക്രവും നെഞ്ചത്ത് കുഞ്ഞപ്പനും, അവൻ കിടക്കുന്ന സെറ്റിയുടെ താഴെ മന്മഥനും, അതിനടുത്ത് തന്നെ പുഷ്പവും. അങ്ങനെ എല്ലാവരും ഉണ്ട്. മന്മഥൻ കിടപ്പാണെങ്കിൽ പുഷ്പ കുഞ്ഞപ്പനെ ഇക്രുവിനെ നോക്കി കണ്ണു തുറന്ന് ചുണ്ട് നാവും കൊണ്ട് നക്കി തുടച്ചിരിപ്പുണ്ട്. പണ്ട് മുതലേ ഒരു കണ്ണ് കുഞ്ഞപ്പനടുത്ത് പുഷ്പവിനുണ്ട്. ഇപ്പൊ ഇക്രു കൂടെ വന്നപ്പോ അവന്റെ മേലെയും. എന്നാലും വീട്ടിലുള്ളവരെ പേടിച്ച് പിടിക്കില്ല അവൾ. വെറുതെ നോക്കി കൊതിവിട്ടിരിക്കും, അത്രമാത്രം. എന്താണ് വിളിച്ചേ? അടുത്തേക്ക് വന്ന ചാന്ദിനിയുടെ ശബ്ദത്തിൽ എല്ലാം ഞെട്ടി. ഇക്രു അവന്റെ താടി വീർപ്പിച്ചു കഴിഞ്ഞു. ആ ഫാനൊന്നും ഇടമാ. ചുണ്ടൊന്നും ചുളുക്കിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ. എവിടെ നിന്നൊക്കെയാണ് ദേഷ്യം എനിക്ക് പറഞ്ഞു കയറിയതെന്ന് ചാന്ദിനിക്ക് തന്നെ അറിയില്ല. ഇതിനാണോടാ നീ എന്നെ വിളിച്ചേ എന്നൊരു ചോദ്യത്തോടെ നല്ലിരുന്നുള്ള അവന്റെ തുടയിലായി അമർത്തി അവർ കൊടുക്കുമ്പോൾ അമ്മ എന്നൊരു വിളിയോടെ അവൻ തുടയൊഴിഞ്ഞു. അപ്പോഴേക്കും നെഞ്ചത്തുണ്ടായിരുന്ന കുഞ്ഞപ്പൻ പെട്ടെന്ന് പേടിച്ച് അവന്റെ ടീഷർട്ടിനുള്ളിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവനൊന്ന് ഇളകി ചിരിച്ചു. ഇക്കിളിയാക്കുന്നോടെ കള്ള. പാച്ചു അവന്റെ കുഞ്ഞിത്തലയിൽ വിരൽ കൊണ്ടും തഴുകുമ്പോൾ കുഞ്ഞപ്പൻ ചിലക്കുന്നുണ്ട്. നേരത്തെ ആ റോഡിൽ കിടന്ന് മരണത്തല്ലുണ്ടാക്കിയവനാണ് ഇപ്പൊ ഇവിടെ കിടന്ന് കൊഞ്ചെന്ന് ചിന്തിച്ച് ചാന്ദിനി ഇടുപ്പിൽ കൈകുത്തി. പിന്നെ നോക്കിയ താഴെ കിടക്കുന്ന മന്മഥനെയാണ്. നിനക്ക് ഇട്ടു കൊടുത്തുവിടാ ഫാൻ. ഇവിടെയുള്ള എല്ലാം മടിയന്മാരാ. പറച്ചിലിനൊപ്പം നേരത്തെ പോലെ തന്നെ മനുവിന്റെ തലയിൽ വീണ്ടും ഒന്ന് മേടി ഫാൻ ഇടാൻ ചന്തു പോകുമ്പോൾ ഈ തളകു വട്ടാണോ എന്ന പോലെ ചെക്കൻ തലപൊക്കി നോക്കി വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. നിന്റെ ഒരു വിളി കാരണം എനിക്ക് ആ കൊച്ചിനോട് മര്യാദക്ക് 2 വാക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. പരിഭവത്തോടെ വന്ന് അവന്റെ കാല് നീക്കി സെറ്റിൽ തന്നെ ചാന്ദിനി ഇരിക്കുമ്പോൾ 2 വാക്കോ? ഒരു കാവലപ്രസംഗം തന്നെ അവിടെ നടത്തുന്ന ശബ്ദം ഞാൻ ഇവിടുന്ന് കേട്ടു. അതപ്പോ ആരുടെയാ? ഒറ്റപ്പുരികം പൊക്കിയുള്ള അവന്റെ ചോദ്യത്തിൽ ചാന്ദിനിയുടെ മുഖം വീർത്തു. അപ്പൊ നീ അത് കേട്ടിട്ടാണോ ദുഷ്ട എന്നെ വിളിച്ചേ? എനിക്ക് ആ കുട്ടിയോട് മിണ്ടി കൊതിർന്നിട്ടില്ല. കാണാൻ തന്നെ എന്ത് രസാന്നറിയോ അതിനെ? നമ്മൾ അകലെന്ന് കണ്ടപോലെ ഒന്നല്ല, അടുത്തുനിന്ന് നല്ല സുന്ദരി കുട്ടി. കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരച്ചു വെച്ച പോലെയുണ്ട്. അത്രയും പറഞ്ഞ് ചാന്ദിനി നോക്കുമ്പോൾ താൻ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കവളിലിരിക്കുന്ന ഇക്രുവിന് മുഖം ചരിച്ച് ഉമ്മൊടുക്കാൻ പോകുന്ന പാച്ചുവിനെ കണ്ട് അടുത്ത നിമിഷം ചന്തുവിന്റെ മുഖം തിരിച്ച് ചുണ്ടിൽ അസലൊരു തട്ട് കൊടുത്തു. ആ കൊട്ടിലെ എരിവലിച്ചാൻ ചുണ്ട് അമർത്തി പൊത്തി പിടിച്ച് അമ്മയെ കണ്ണു കൂർപ്പിച്ച് നോക്കി. നോക്കണ്ട, ഇനിയും കിട്ടേണ്ടേന്ന്. അതിന് കാര്യം ഉമ്മൊടുത്തിട്ട് വേണം ഇനി അവന് വല്ല മാറാരോഗം വരാൻ. ഞാൻ നോക്കിലിട്ടോ നിന്നെ. നിങ്ങളൊക്കെ ഒരു തള്ളയാണോ തള്ളേ? അവനാ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും ചന്തുവിന്റെ കയ്യിൽ നിന്ന് അടുത്ത നുള്ളും കിട്ടി. ഇനി വിളിക്കൂടെ നീ തള്ളേന്ന്? ഇല്ല എന്റെ പൊന്നമ്മേ, ഒന്ന് നിർത്ത്. അവൻ കൈകൂപ്പി തലയിൽ വെച്ച്. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്റെ ചെക്ക. എന്ത് ഭംഗിയാണെന്നറിയാ കുട്ടിയെ. മുഖത്ത് വേറെ ഒരിക്കൊന്നും ഇല്ലാത്ത പോട്ടെ, കയ്യിലോ കാതിലോ കഴുത്തിലോ പോലും ഒന്നുമില്ല. എന്നിട്ട് നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയാത്ത ഭംഗി. എന്നിട്ട് എന്തേ കണ്ണെടുത്തിങ്ങ് പോന്നേ? നോക്കി നിൽക്കായിരുന്നില്ലേ? കെറിവിച്ചുകൊണ്ട് അവൻ ആ പറഞ്ഞു നിർത്തിയതും. നീ വിളിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് ചന്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ ആ കുട്ടിയുടെ ഇപ്പൊ വരാന്ന് പറഞ്ഞു വന്നതാ എന്ന് പറഞ്ഞ് ചന്തു വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുന്നു. ആ നേരം അവനെ ചിരിച്ചു വിട്ടെങ്കിലും പതിയെ കുഞ്ഞപ്പനെ കൂടെ തോളിലെത്തി. താൻ കണ്ടത്ര അടുത്തൊന്നും അമ്മ അവളെ കണ്ടിട്ടില്ല.
എന്നൊരു പിറുപിറുക്കലോടെ അവൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് തുറന്നിട്ട ജനലിനടുത്തേക്കൊന്ന് പോയി. ആ ജനലിലൂടെ നോക്കിയാൽ പിന്നാമ്പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ അമ്മയെ പോലെ തന്നെ മോഹന്റെ കണ്ണുകളും ചുറ്റുമൊന്ന് പാഞ്ഞു. എവിടെ? പെണ്ണിന്റെ പൊടി പോലുമില്ല അവിടെ. അമ്മ കാണും മുന്നേ പാർത്തി തിരിച്ചു വേഗം സെറ്റിലേക്ക് തന്നെ പോയെങ്കിലും ചന്തു അവൾ തന്നെ കാത്തിന്ന് കാണാതെ പോയതായിരിക്കുന്ന വിഷമത്തോടെ തിണ്ണയിൽ വെച്ച പാത്രമെടുത്ത് അപ്പുറത്തേക്കും പോയി. കോഴിക്കുള്ള തീറ്റയാണ് ആ പാത്രത്തിൽ. ആകെ മുഴുവൻ അടിച്ചു വാരി കിണറ്റിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം കൂടെ കോരി എല്ലായിടവും തുടച്ചിട്ട് തിങ്കൾ. വെള്ളം കോരുന്ന സമയം അപ്പുറത്തെ വീട്ടിൽ വെച്ചിരിക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നു. അല്ലാതെ പിന്നെ ആരെയും പുറത്തേക്കൊന്നും കണ്ടില്ല. പക്ഷേ പുറത്തെ തിണ്ണയിലിരിക്കുന്ന പുഷ്പുവിനെ കണ്ടതും തിങ്കളിന്റെ കണ്ണൊന്ന് വിടർന്നു. മുഴുവൻ ഓറഞ്ചുകളിൽ നിറയെ പൂടകളും നീലക്കണ്ണുകളുമായി അത്രയും സുന്ദരിയാണല്ലോ പുഷ്പു. എന്നാലും ആ പൂച്ചയെ വെറുതെ പോലൊന്ന് വിളിക്കാൻ നിന്നില്ല അവൾ. അതിനെ ഒന്ന് നോക്കി കുളിമുറിയിലേക്ക് കോരി വെച്ച വെള്ളം എടുത്തു വെച്ച് അകത്തേക്ക് തന്നെ തിങ്കൾ കയറിപ്പോയപ്പോൾ പുഷ്പു ചെന്ന് ആ അരമതിലേക്ക് വന്നിരുന്നു. ആകെ വിയർത്തു പോയിട്ടുണ്ട് അവൾ. മുറിയിൽ കയറി ബാഗിൽ നിന്ന് തന്നെ മറ്റൊരു ചുരിദാർ കൂടെ എടുത്തു. ഇട്ടിരിക്കുന്നതും അതും കൂടെ 2 ജോഡി ചുരിദാറാണ് അവിടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത്. കുളിക്കാൻ സോപ്പൊന്നുമില്ല. എന്നാലും ഒന്ന് മേല് കഴുകണം. ഈ വിയർപ്പും വെച്ച് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? സാധനങ്ങളെല്ലാം വാങ്ങണ്ടേ? അപ്പുറം വിറകുപുരയിലാണ് പണ്ട് ഉപയോഗിച്ച വീട്ടു സാധനങ്ങൾ മുഴുവനും. എല്ലാം ഉപയോഗിക്കാത്തതുകൊണ്ട് ചീത്തയായിട്ടുണ്ട്. അതെല്ലാം ആക്രിക്കാർക്ക് കൊടുക്കണം. പുതിയ തന്നെ എല്ലാം വാങ്ങണം. അതിനുവേണ്ട കടകളെല്ലാം ചെറുതേരി ടൗണിൽ വരുന്ന വഴിക്ക് തന്നെ ബസ്സിലിരുന്നവൾ നോക്കി വെച്ചിരുന്നു. കിണറ്റിലെ തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി പെണ്ണിന്. മാറിയിട്ട വസ്ത്രം ബക്കറ്റിൽ നനച്ച് മാറ്റിവെച്ചു. സോപ്പെല്ലാം വാങ്ങിയിട്ട് വേണം അലക്കാൻ. തിരിച്ചവൾ വീട്ടിലേക്ക് തന്നെ കയറാൻ പോകുമ്പോഴാണ് ആ വീട്ടിൽ കണ്ട സുന്ദരി പൂച്ച അവളുടെ കാലിന് ചാരെ. ഒരു കുറുകലോടെ അവളുടെ കാലിൽ മുട്ടിയൊരുമിയതിനെ തിങ്കൾ കൗതുകത്തോടെ നോക്കി. പതിയെ അതിന്റെ തലയിൽ അവൾ വിരലോടിക്കുമ്പോൾ പുഷ്പു എന്നൊരു സ്ത്രീ ശബ്ദം അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നേരത്തെ കണ്ട ചേച്ചി തന്നെ ആയിരിക്കും അതെന്ന് തോന്നി തിങ്കളിന്. എന്താ പേര് പറഞ്ഞ്? ആ, ചാന്ദിനി. അവളത് ഓർത്തെടുക്കുമ്പോഴേക്കും ആ വിളിയിൽ വാലും പൊക്കി കാലിലുരുമിയൊരുത്തി അപ്പുറത്തേക്ക് ഓടിയിരുന്നു. അതങ്ങ് പോയതും അകത്തേക്ക് കയറി തിങ്കളും വാതിലടച്ചു. നേരെ ചെന്ന് മല്ലിക കൊടുത്ത പൊതിച്ചോറെടുത്ത് കഴിച്ചു അവൾ. ഇത്രയും പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വിശന്നു തുടങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ ബാഗിൽ നിന്നൊരു ബുക്കും പേനയും എടുത്തു. വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തൽക്കാലം ഉണ്ടാക്കണ്ടേ? ബുക്കും പേനയും അവൾ നേരത്തെ വാങ്ങി വെച്ചതാണ്. ഒരു നിശ്വാസത്തോടെ കട്ടിൽ കയറിയിരുന്നവൾ ആ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട ഓരോ സാധനങ്ങൾ ഓർത്ത് എഴുതാൻ തുടങ്ങി. അമ്മ ഇതങ്ങോട്ട് ഇതെല്ലാം കെട്ടിപ്പെറുക്കി. ഇന്നലെ പഴുത്തു പൊട്ടിച്ചു വെച്ച റംബുട്ടാൻ കുറച്ചധികം കവറിലാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ചാന്ദിനെ കണ്ട് പാർത്തിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഉച്ചക്കത്ത് ഊണ് കഴിഞ്ഞ് അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ ടിവിയുടെ മുമ്പിലാണ് അവൻ. ഞാനേ അപ്പുറത്ത് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. നീ എന്നെ അതിന് മര്യാദക്കൊന്ന് പരിചയപ്പെടാൻ സമ്മതിച്ചോ? അവൻ്റെ ഒരു ഫാനിടല്. ചുണ്ടൊന്ന് കൂർപ്പിച്ച് പറഞ്ഞ് ചന്തു മുഖം വെട്ടിച്ചു പോകുമ്പോൾ അതിന് ഇതൊക്കെ എന്തിനായെന്നവൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ വെറും കൈയോടെ ഒരു വീട്ടിലേക്ക് അയച്ചെല്ലാൻ പറ്റുമോ? ഒന്നും അറിയില്ല അവന്. നീ നിന്റെ പാട് നോക്കി പോടാ ചെക്ക. പൂമത്തേക്ക് ഇറങ്ങി ചെരുപ്പിടുന്ന നേരം വിളിച്ചു പറഞ്ഞു അമ്മ. ആളിൽ കിടന്ന മന്മഥൻ അപ്പോഴേക്ക് എഴുന്നേറ്റ് ചന്തുവിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തേക്കാണെങ്കിൽ ഞാനും വരാ എന്ന മട്ടിലാണ് മുട്ടിയൊരുമിയുള്ള നിൽപ്പ്. കൂടെ റംബുട്ടാന്റെ കവർ പിടിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എവിടേക്കാ? ഞാൻ തൊട്ടപ്പുറത്തേക്കാ പോകുന്നേ. പക്ഷെ നീ വരണ്ട. ആ കുട്ടിയെ വെറുതെ കുറച്ച് പേടിപ്പിക്കാനായിട്ട്. അവന് നീണ്ടെടുക്കുന്ന ചെവിയിൽ പതിയും തട്ടി അത്രയും പറഞ്ഞ് ചന്തു അങ്ങ് പോകുമ്പോൾ അതും നോക്കി ആ പൂമുഖത്ത് സങ്കടപ്പെട്ടിരുന്നു മന്മഥൻ. ചാന്ദിനി അപ്പുറത്തേക്ക് നടന്ന് ആ ചാരിയിട്ട കുഞ്ഞികയറ്റം തുറന്ന് മുറ്റത്തേക്ക് കിടക്കുന്ന കണ്ട് പെട്ടെന്ന് മന്മുച്ചെന്ന് ആരും അതിൽ കൈയൊന്ന് പൊക്കി തലയും കയറ്റി നീട്ടിവെച്ച് അങ്ങോട്ട് നോക്കിയിരുന്നു. കോലായിൽ കിടന്ന പുഷ്പവും അത് കണ്ട് അരമതിലേക്ക് തന്നെ ചാടി കയറിയിരിപ്പുണ്ട്. ചാന്ദിനി അവരെ നോക്കി ചെരുപ്പൂരി ആ വരാന്തയിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ തന്നെയാണ് വാതിൽ തുറന്ന് തിങ്കൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരിളം മഞ്ഞ ചുരിദാറിൽ വൈറ്റ് ഷോൾ നെഞ്ചിന് പുറകെ വിരിച്ചിട്ട് നനഞ്ഞ മുടി അഴിച്ച് വെറുതെ ഒന്ന് ഇഴയെടുത്ത് കെട്ടി കയ്യിലൊരു ഹാൻഡ് ബാഗും പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ചാന്ദിനിയെ ചെറിയൊരു പകപ്പോടെ നോക്കിയാണ് അവൾ. മോളെ എവിടെയെങ്കിലും പോകാൻ നിൽക്കായിരുന്നോ? നിരാശയുള്ള ചോദ്യത്തിന് തിങ്കളൊന്നും മിണ്ടിയില്ല. നേരത്തെ കണ്ടിട്ട് ആ ചെക്കൻ കിടന്ന് വിളിച്ചുകൊണ്ട് മര്യാദക്കൊന്നും പരിചയപ്പെടാൻ നമുക്ക് പറ്റിയില്ലല്ലോ. അതാ ഞാനിപ്പോൾ വന്നൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാന്ന് കരുതി ഇങ്ങോട്ട് പോന്ന്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പിന്നെ ആ പരിചയപ്പെടില്ല. ഇതങ്ങ് അകത്തേക്ക് വെച്ചോ. കയ്യിലെ റംബുട്ടാന്റെ കവർ തിങ്കളുടെ നേരെ നീട്ടുമ്പോൾ അവൾ കവറിലേക്ക് അവരെ മാറി മാറി നോക്കി. വേറൊന്നുമില്ല, കുറച്ച് റംബുട്ടാനാ. അവിടെ കായ്ച്ചിരിക്കുന്നുണ്ടില്ലേ? ഇന്നലെ പഴുത്ത് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്താ. ഇനിയും പഴുത്ത് പൊട്ടിക്കുമ്പോൾ ആൻറ്റി കൊണ്ടുതരാം കേട്ടോ. ആ ആൻറ്റി എന്നുള്ള വിളിയിൽ അവളുടെ മുഖം വീണ്ടും ചുളിഞ്ഞിട്ടുണ്ട്. ഒരു നീലയും കറുപ്പ് നിറത്തിലുള്ള കോട്ടൺ ചുരിദാർ തന്നെയാണ് ചാന്ദിനിയുടെ വേഷം. ചേച്ചി എന്നുള്ള വിളി തന്നെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളുള്ളപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ സ്വയം ആൻറ്റി എന്ന് പറയുന്ന ആളെ കണ്ട് അവൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിന് തെറ്റു പറയാനും പറ്റില്ല. അതുപോലെ അവർ നീട്ടിയ കവറും വാങ്ങിയില്ല അവൾ. അവളത് വാങ്ങിക്കാൻ നിൽക്കുന്ന കണ്ട് ചന്തുവിന്റെ മുഖമൊന്ന് കൂർത്തു. എന്താ കുട്ടി, ഒരാൾ സ്നേഹത്തോടെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കാതെ മടിച്ചിരിക്കുന്നത് ശരിയാണോ? ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ മോളെ? ചെറിയൊരു പരിബന്ധന സ്വരത്തോടെ ചന്തു പറഞ്ഞു നിർത്തുമ്പോൾ പിന്നെ അവളത് വാങ്ങി. ചാന്ദിനിയുടെ മുഖം തെളിഞ്ഞു. നല്ല മധുരമുള്ള സാധനം കേട്ടോ. ഉള്ളിൽ കാമ്പും കൂടുതലാ. വേർതിരിക്കുമ്പോൾ തിന്നുപോകുന്ന അറിയില്ല. തിങ്കളത് അകത്തേക്ക് വെച്ച് വരുമ്പോഴും സംസാരം നിർത്തിയില്ല ചാന്ദിനി.
മോളിവിടെ ഒറ്റക്കാണോ? ഇത്തിരി അത്ഭുതത്തോടെയുള്ള ചോദ്യം. ആളതിന് വെറുതെ ഒന്ന് മൂളിയതേയുള്ളൂ. അപ്പൊ ജോലിക്ക് പോകാൻ എളുപ്പത്തിന് വന്നായിരിക്കും അല്ലേ? എന്താവശ്യത്തിന് ഞങ്ങൾ അപ്പുറത്തുണ്ട് കേട്ടോ, വിളിക്കാൻ മടിക്കണ്ട. ദേ ആ തല മതിലിന്റെ മുകളിൽ വെട്ടിവെച്ചിരിക്കുന്നതിനെ കണ്ടോ? അതാ ഞങ്ങളുടെ മന്മഥൻ. അപ്പുറത്തുള്ള പുഷ്പു പെണ്ണിത്തിരി സാമർത്ഥ്യക്കാരിയാ. പക്ഷെ മന്മ പാവാട്ടോ. നേരത്തെ മോളെ പെട്ടെന്ന് കണ്ടപ്പോ കുറച്ചതാ. ബോധത്തിരി കുറവുണ്ടേ. അതെങ്ങനെയാ അവന്റെ ശിക്ഷണം? ഞാൻ കുറച്ചു മുന്നേ എല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് ഇപ്പൊ നോക്കി മിണ്ടാതെ മതിന്റെ മുകളിൽ തലയും കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? പരിചയമായതുകൊണ്ടാ. ചാന്ദിനി ആ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്ന് മിഴിഞ്ഞിട്ടുണ്ട് തിങ്കളുടെ കണ്ണുകൾ. കാരണം അവൾ ചിന്തിച്ചു കൂട്ടിയതൊക്കെ അബദ്ധമായിരുന്നല്ലോ. പുഷ്പു എന്ന് പൂച്ചയെ വിളിക്കുന്ന കേട്ടിട്ട് പോലും അവൾ ആ പേര് ശരിക്കും ശ്രദ്ധിച്ചിരുന്നില്ല. കൂടെ മതിൽ മുകളിൽ തലയും വെച്ചിരിക്കുന്നവനെ കണ്ട് തിങ്കളുടെ കണ്ണുകൾ മാത്രം നേർമയിൽ അവനെ നോക്കി ചിരിച്ചു. കാരണം അത്രയും നിഷ്കളങ്കമായിട്ടാണ് ആ ഇരിപ്പ്. കുഞ്ഞപ്പനകത്ത് കൂട്ടില്ല. പിന്നെ വേറെ ആരുരാധിക്ക് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ. ഒരു ഇക്റ്. ഹോ, എനിക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചാന്ദിനി പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നില്ല തിങ്കളിന്. എന്നാൽ അവളൊന്നും കാര്യമാക്കി എടുക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനും നിന്നില്ല. എടാ പാച്ചു, എവിടേക്കാടാ ഊരിതണ്ടാൻ പോകുന്നേ? ഒരു ഞായറാഴ്ച നിനക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലേ? പെട്ടെന്ന് ആ വരാന്തയിൽ നിന്ന് തന്നെ അപ്പുറത്തേക്ക് നോക്കിയുള്ള ചന്തുവിന്റെ ഒച്ചെടുക്കലിൽ വാതിലടക്കാൻ തിരിഞ്ഞ തിങ്കളുടെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ പോയി. ഷെഡിൽ നിന്ന് ബൈക്ക് ഇറക്കുന്നവനെ കണ്ട് സംശയത്തിൽ ചുരുങ്ങിയ അവളുടെ കണ്ണുകൾ. അതാ മോളെ എന്റെ മോൻ പാച്ചു. അവൻ ടൗണിൽ ഒരു പെറ്റ് ഷോപ്പ് നടത്തുക. തിങ്കൾ നോക്കി കണ്ട് പറഞ്ഞു കൊടുത്ത് ചന്തു. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. അവനും കൈ കാണിച്ച് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവരെ. ഇപ്പൊ വരാം മോളെ. അതും പറഞ്ഞ് ചാന്ദിനി വേഗം അവനടുത്തേക്ക് നടന്നു. അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും വിളിച്ചു പോകും. ചാന്ദിനി മുറ്റത്തേക്ക് ഇറങ്ങി ആരമതിലടുത്തേക്ക് പോകുമ്പോൾ തിങ്കളിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ചാന്ദിനിയുടെ ഇത്ര നേരത്തെ ആന്റി വിളിയുടെ അർത്ഥവും അവൾക്കിപ്പോഴാണ് ശരിക്കും പിടികിട്ടിയത്. അതിനൊപ്പം അവൾ ആകെ വല്ലാതായി പോയി. അമ്മയും മകനെയും അല്ലേ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയത്. പിന്നെ ആരോടൊന്നും ചോദിക്കാൻ നിന്നില്ലല്ലോ. അതുകൊണ്ട് അവൾ ആ കാര്യം അങ്ങനെ ഉള്ളിൽ കുഴിച്ചു മൂടി. അമ്മ അടുത്തേക്ക് വരും നോക്കുന്ന പാർട്ടിയുടെ നോട്ടവും അവളുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും തിങ്കൾ തിരിഞ്ഞെന്ന് ആ വാതിൽ പൂട്ടുകയായിരുന്നു. അതുകൊണ്ട് അവന്റെ ചുണ്ടൊന്ന് വെട്ടി. ചാന്ദിനി എന്താണെന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ദേ വല്ലാതെ ഓവറാവരുത്. ഞാൻ കുറച്ച് മുന്നേ പോകുമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഈ ഷോ ഇപ്പൊ അവിടെ കാണിച്ചത്? ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ചാന്ദിനി കേൾക്കാൻ പാകത്തിന് അവനത് ചോദിക്കുമ്പോൾ അവരൊന്ന് ചിരിച്ചു. ഞാനിത്തിരി സ്ട്രിക്റ്റ് അമ്മയാണെന്ന് ആ കുട്ടി വിചാരിച്ചോട്ടേടാ. ചുണ്ടൊന്നും ചുളുക്കി കണ്ണു ചുരുക്കി പറയുന്ന അമ്മയെ അയ്യെന്ന ഭാഗത്തിൽ അടിമുടിയെന്ന് നോക്കി. കണ്ടാലും പറയും ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതും പറഞ്ഞ് അപ്പുറത്തൂടെ ഒന്നുകൂടെ പാളി നോക്കി അവൻ ആ ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഫോൺ എടുത്തില്ലേടാ എന്ന് വിളിച്ചു ചോദിക്കുന്നതിന് ചാന്ദിനി അതിന് കൈയുയർത്തി കാണിച്ചവൻ. അല്ലെങ്കിൽ ഈ പോക്ക് പോയതിനെ എവിടെ പോയി അന്വേഷിക്കാനാ? തിരിച്ച് തിങ്കളുടെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ അവൾ വീടിന്റെ പടിയിറങ്ങി ചെരുപ്പിടുന്നു. ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതായിരിക്കും അല്ലേ? പച്ചക്കറിയൊന്നും അധികം വാങ്ങാൻ നിൽക്കണ്ട. ഇവിടെ ഇഷ്ടംപോലെ വിളഞ്ഞു നിൽപ്പുണ്ട്. മോൾക്ക് ആവശ്യത്തിനുള്ള ആൻറ്റി തരാം. ശോ, ഇത്രയും സംസാരിച്ചു കഴിഞ്ഞിട്ട് മോളുടെ പേര് പോലും പറയാൻ ഒരു അവസരം ഞാൻ തന്നില്ലല്ലേ? ഞാൻ ഇങ്ങനെയാണേ സംസാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ നല്ല പാടാ. ഡാൻസ് ടീച്ചറൂടെ ആയതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് ഇടപഴകി ശീലായിപ്പോയി. അതൊക്കെ പോട്ടെ, എന്താ മോളുടെ പേര്? ആകാംക്ഷയുടെ ചോദ്യത്തിന് അവൾ അവരെ നോക്കി. തിങ്കൾ. ആ കുഞ്ഞു ഗേറ്റ് അടച്ച് പറഞ്ഞുകൊണ്ട് അവൾ ചന്തുവിനെ നോക്കി തലയാട്ടി നടന്നു പോകുമ്പോൾ ആ പേര് നല്ല ഇഷ്ടമായ പോലെ തെളിഞ്ഞിട്ടുണ്ട് ചന്തുവിന്റെ മുഖവും. നമുക്ക് വന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ മോളെ. പിന്നെ വിളിച്ചു പറയുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഇത്രയും പരിചയപ്പെട്ട് പോരെ എന്നുള്ള ചിന്തക്കൊപ്പം തന്നെ താൻ ആരാണെന്ന് അറിയുമ്പോൾ ഈ കാണുന്ന സംസാരമെല്ലാം അവസാനിക്കുമെന്ന് നല്ല ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അവൾ അങ്ങ് പോയതേ ചാന്ദിനി തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം ഗേറ്റ് തുറക്കുമ്പോഴാണ് ഇപ്പുറന്ന് വിലാസിനി ചേച്ചി ഇങ്ങോട്ട് വരുന്നത്. തിങ്കൾ പോയ വഴിയിലൂടെയാണ് അവർ വരുന്നത്. ആ കണ്ണും തള്ളി നെഞ്ചിൽ കൈവച്ചുള്ള വരവുകൊണ്ടാലറിയാം അവരവളെ കണ്ടു എന്ന്. വിലാസിനി ചേച്ചിയും തിരുവാതിരയ്ക്കുണ്ട്. വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിന് ചാന്ദിനിക്കൊപ്പമാണ് അവർ പോകുന്നത്. ഇവിടെ നിന്ന് കിഴക്കോട്ട് അമ്പലവും പടിഞ്ഞാറോട്ട് കായലോരവും. അവിടെയാണ് നൃത്തകലാ വിദ്യാലയം. അയ്യോ ചേച്ചി, ഞാൻ റെഡി ആയിട്ടില്ല. ഒരു 10 മിനിറ്റ് എന്നിട്ട് നമുക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് ഇറങ്ങാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ ചന്തു. ആ പോയ കക്ഷിയാരാണെന്നറിയോ? ശ്വാസം പിടിച്ചു വെച്ച പോലെയുള്ള തിടുക്കത്തിൽ അവരുടെ ചോദ്യം. ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന കുട്ടിയല്ലേ? ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടേ ഉള്ളൂ. തിങ്കള്. ചേച്ചിക്ക് ആ മോളെ നേരത്തെ അറിയോ? നേരത്തെ അറിയോന്നോ? അവിടെ ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നല്ല എന്റെ മോളെ. ഇത് അവളുടെ സ്വന്തം വീട് തന്നെയാ. പുച്ഛത്തോടെയുള്ള ആ പറച്ചിലൊന്ന് ഞെട്ടിയ പോലെ ചാന്ദിനി അവരെ നോക്കി. സ്വന്തം വീടോ? അപ്പൊ ആ കുട്ടി ആ ജയിലിൽ പോയവള് തന്നെ. നീ ഇങ്ങ് വാ ചന്തു, ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. പറച്ചിലിനൊപ്പം ചാന്ദിനിയുടെ കൈയും പിടിച്ച് അവർ അകത്തേക്ക് കയറി. ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നു മന്മൊരു കുര. അയ്യോന്നൊരു പറച്ചിലോടെ അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ നടുവിനൊരു പിടുത്തം. വയസ്സായ സ്ത്രീയല്ലേ. മന്മുവിനെ ചാന്ദിനി പെട്ടെന്ന് കണ്ണുരുട്ടി നോക്കി അടക്കി നിർത്തുന്നതിനൊപ്പം വിലാസിനെ പിടിച്ച് കോലായിലേക്ക് ഇരുത്തി. ഓ, ഇനിയിപ്പോൾ തിരുവാതിര കളിക്കാൻ ഈ ഉളുക്ക് വെച്ച് വരാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ. തൽക്കാലം കാര്യം പറഞ്ഞാൽ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എന്നിട്ട് നാളെ വരാം. നല്ല വേദനയുണ്ടെങ്കിലും അതും പറഞ്ഞ ആവശ്യതയോടെ അവർ ചന്തുവിന്റെ കൈ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. തിങ്കളുടെ കാര്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചാന്ദിനി ഇങ്ങനെയൊന്നും കേൾക്കാൻ ഇരുന്നു കൊടുക്കാറില്ല. അമ്മയുടെ അവീതം അറിഞ്ഞ് ആ വീതക്കാരനെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയ പെൺകുട്ടിയുടെ കഥ അവരുടെ വീട് വെക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ കേട്ടതാണ്. അടുത്ത് മറ്റ് അയൽപ്പക്കങ്ങളൊന്നുമില്ലാതെ ഇങ്ങനൊരു വീട് മാത്രമേ അടുത്തുള്ളൂ എന്നറിഞ്ഞപ്പോൾ ചാന്ദിനിക്ക് ഈ സ്ഥലത്തോട് ചെറിയൊരു അതൃപ്തി തോന്നിയെങ്കിലും പാർവതിക്ക് എന്തോ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു.
ഇങ്ങനൊരു വീട് അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇത്രയും സെന്റ് സ്ഥലം കുറഞ്ഞ വില കിട്ടുമെന്നുകൂടെ അറിഞ്ഞപ്പോൾ അവൻ പിന്നെ ഇത് തന്നെ മതിയെന്ന് ഉറപ്പിച്ചു. സ്ഥലം വാങ്ങി വീട് വെച്ചത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ അവർ നിന്നില്ല. വെറുതെ എന്തിനാ, അതൊന്നും അവരുടെ വിഷയമല്ലല്ലോ. എന്നാലും ആരുമില്ലാതെ ഒഴിഞ്ഞെടുക്കുന്ന ആ വീട് കാണുമ്പോൾ ചന്തുവിനൊരു പ്രയാസമായിരുന്നെങ്കിലും പാച്ചുവിന് അതിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. തിങ്കളിന്റെ അച്ഛമ്മ മരിച്ച വർഷമാണ് അവരിങ്ങോട്ട് വന്ന്. താരയെ ചാന്ദിനിക്ക് അറിയാം. അവളുടെയും സ്ത്രീയത്തിന്റെയും 5 വയസ്സുകാരി മകൾ അർച്ചന ചാന്ദിനിയുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുന്നുണ്ട്. ഈ വർഷമാണ് ചേർന്ന്. ഡാൻസ് ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് ചാന്ദിനിക്ക് അവളോട് പ്രത്യേക സ്നേഹവുമുണ്ട്. എന്നാൽ അവരുടെ കുടുംബക്കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ചാന്ദിനി നിന്നിട്ടില്ല. ഇവിടുന്ന് കുറച്ചു മാറി ഈ വിലാസിനി ചേച്ചിയുടെ വീടിനടുത്താണ് ഭാമിനിയുടെ വീട്. അതായത് താരയുടെയും സ്ത്രീയത്തിന്റെയും അർച്ചനമോടെയും വീട്. എന്നാൽ ഈ പെണ്ണെപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്? വന്നിട്ട് കുറേ ദിവസമായോ? വിലാസിനി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇന്ന് രാവിലെ വന്നാ. ആ, അന്നെല്ലാവരും പറയുന്നത് കേട്ടിരുന്നു 7 വർഷമാണ് ശിക്ഷ എന്നൊക്കെ. ഇപ്പൊ ഏതാണ്ട് അത്രയൊക്കെ ആയല്ലോ. അവരാ പറഞ്ഞ് ഞെളിഞ്ഞൊന്നിരുന്നു. ചാന്ദിനിയുടെ നെഞ്ചിലെന്തോ ശക്തിയിൽ വന്ന് ഇടിച്ച പോലൊരു വിങ്ങൽ. കുറച്ചു മുന്നേ തന്റെ മുന്നിലൂടെ കടന്നുപോയ പെൺകുട്ടി 7 വർഷം ജയിലിലായിരുന്നു എന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.